എന്നിട്ട് മിണ്ടണ്ടാന്ന് ഐക്യകണ്ഠേനെ തീരുമാനിച്ച് മിനിയാന്ന് നമ്മളെ വെളിയങ്കോട് വന്നയാൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? CM വരില്ല എന്നൊക്കെ പറയണില്ല, അത് പേടിയുണ്ട്. പക്ഷേ ഒരു കാര്യമാണ്, കറാമത്തിന് പരിധി ഉണ്ട് കേട്ടോ. എല്ലാ കറാമത്തും അങ്ങനെ പറഞ്ഞുകൂടട്ടോ. മഹത്വം പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇമാം ഷഹറാനിയുടെ അൽമിനനുൽ കുബ്രയിലുണ്ട് എന്ന് പറഞ്ഞൊരു ഇബാറത്തും അതൊന്ന് വെച്ചുകൊടുക്ക്. പുണ്യമുള്ളതാണ്, മഹാന്മാരെ അനുസ്മരിക്കൽ വളരെ പുണ്യമുള്ളതാണ്. പക്ഷേ അവിടെയെല്ലാം ഇസ്ലാമിക നിയമങ്ങളും ആദാബുകളും പാലിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിനനുൽ കുബ്രയിൽ പറയുകയാണ്, നമ്മളുടെ മശായിഖന്മാർ നമ്മളിൽ നിന്ന് ചില കരാറുകൾ വാങ്ങി. ആ കരാർ എന്താണ്? ആ കരാറ് അഹിദ അലൈനൽ ഹൂദ് അല്ലാ നുമക്കിന അഹദൻ മിൻ ഇഖ്വാനിന യുസ്ഈ ലിമൻ യഹ്വ അലാ അഹദൻ മിനൽ ഔലിയാ കായിന മാ കാൻ വലാ നുമക്കിനുഹും മിൻ ദിക്രി കറാമാതിഹിം വമനാഖിബിഹിം ബിഹദ്റതി മൻ യുൻകിറു അലൈഹിം فيكون ذلك سببا لزيادة المقتل المنكر ولتنقيص ذلك الولي وحكم من فعل ذلك. കറാമത്ത് പറയാൻ പരിധി ഉണ്ടെന്ന് പറഞ്ഞ് ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി അൽമിനനുൽ കുബ്രയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മിനിയാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, വല്ലാത്തൊരു കഷ്ടം തന്നെയായി. നിങ്ങൾ പറഞ്ഞല്ലോ മിനനുൽ കുബ്രത്തെ ഇബാറത്തല്ലേ ഇപ്പോൾ വായിച്ചേ, മിനനുൽ കുബ്രയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങളാ പറഞ്ഞ മിനനുൽ കുബ്രയാണിത്. മിനനുൽ കുബ്രയുടെ നല്ല ഒരുപാട് പേജുണ്ട്. ഇത് കറാമത്ത് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ കിതാബ്. അതിൻ്റെ ഏറ്റവും വലിയ രസം അതിൽ ഈ പ്രിന്റിൽ തന്നെ 843 പേജുണ്ട്. ഞാൻ ചോദിക്കുകയാണ് വളരെ മാന്യമായി, മിനനുൽ കുബ്രയിൽ പറഞ്ഞു എന്ന് പരസ്യമായി മൈക്ക് കെട്ടിയല്ലേ ആ ഇബാറത്ത് വായിച്ച്? അങ്ങനെ ഒരു ഇബാറത്ത് ഇമാം ഷഹറാനി തങ്ങളുടെ അൽമിനനുൽ കുബ്രയിൽ കാണിച്ചു തരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പച്ചക്കള്ളമാണ്. ഈ പേജിൽ എവിടെയും അങ്ങനെ ഒരു ഇബാറത്തില്ല. എങ്ങനെ നിങ്ങൾക്ക് കിതാബ് മാറിപ്പോണ്? ലിൽ ഫിത്തിരി നിസ്ഫ് എന്ന് പറഞ്ഞ് മാറിയത് അളവുണ്ട്. കാരക്കൻ്റെ പകുതി എന്നുള്ളത് രാത്രിയുടെ പകുതിയായില്ലേ, മാസത്തിൻ്റെ പകുതി. അങ്ങനെ ആ മദതില്ല ഞാൻ. അതാണ് ഈച്ച ഇരിക്കൂല, ശരീരത്തിൽ ഇരിക്കൂല എന്ന് പറഞ്ഞില്ല എന്ന് ഫളൻ അൻ ജസദിഹി എന്ന് വായിച്ചു പറഞ്ഞില്ലേ. ഈ കിതാബ് എങ്ങനെ നിങ്ങൾക്ക് മാറിപ്പോകുന്നു? പല യൂട്യൂബർമാരില്ലേ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. മിനനുൽ കുബ്ര ഇല്ലെങ്കിൽ ഞങ്ങൾ തരാ. ഇമാം ഷഹറാനി തങ്ങളുടെ മിനനുൽ കുബ്രയിൽ അത് കാണിക്ക്. അപ്പൊ കിതാബ് ഏതാന്ന് അറിയണില്ല, കിതാബോ മാറിപ്പോയി, അർത്ഥം വെച്ചതോ മാറിപ്പോയി. വായിച്ച ഇബാറത്തിലും ഞാൻ നോക്കുമ്പോൾ 3 വരി വായിച്ചതിൽ 4ഓ 5ഓ നെഹ്വിൻ്റെ തെറ്റന്നുണ്ട്. സൊറഫ് അനുസരിച്ച് തന്നെ വായിക്കാൻ കഴിയണില്ല. കിതാബ് തന്നെ ആദ്യം മാറിപ്പോയി, പിന്നെ അതിൻ്റെ അർത്ഥം വെച്ച് മൊത്തം തെറ്റിപ്പോയി. ഇനി അതിൻ്റെ വിശദീകരണം എനിക്ക് പറയാണ്ട്, എന്താണ് ആ പറഞ്ഞത്, എവിടെയാ പറഞ്ഞതെന്നൊക്കെ അതൊന്നുകൂടി നിങ്ങൾ വായിക്കുക. ഇന്നലെ അടുത്ത മജ്ലിസിൽ ഞങ്ങൾ പറഞ്ഞുതരാം. 1-2 ചാൻസ് കൂടി തരാം, വായിക്ക്. ലിൽഫിത്തിരി സൗമും പിന്നെ മര്യാദക്ക് അർത്ഥം വെച്ചല്ലോ എന്ന് പറഞ്ഞ പോലെ ഒന്നുകൂടിയായി ഭാരത്ത് വായിക്ക്. എന്നിട്ട് ബാക്കി ഞാൻ പിന്നെ ശേഷം പറയാം. ഞങ്ങളിത് പിടിക്കാൻ കാരണം എന്താ അറിയോ? നിങ്ങളൊക്കെ അല്ലേ ജനങ്ങൾ അനുകരിക്കേണ്ടത്. എന്താ നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഒന്ന് കേൾപ്പിച്ചവർക്ക് പഴയ വാക്ക്. എനിക്ക് ഹഖാണെന്ന് ബോധ്യപ്പെടാത്ത ഒരു വിഷയം എന്റെ ജീവിതത്തിൽ ഞാൻ പറയാറില്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല. എന്നെ എന്റെ ഉസ്താദ് കാന്തപുർ ഉസ്താദ് പഠിപ്പിച്ചത് അങ്ങനെ. ഉസ്താദ് വേറെയും ചിലതൊക്കെ എന്നെ പഠിപ്പിച്ചു. ബോധ്യപ്പെടാത്ത ഒരു വിഷയം, കണ്ടുറപ്പിക്കാത്തൊരു വിഷയം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞതൊക്കെയോ അങ്ങനെയാണ്. ഏതാ കണ്ടുറപ്പിച്ചു പറഞ്ഞ്? ഞങ്ങളെ വന്യരായ ശൈഖുനയെ സംബന്ധിച്ചു പറഞ്ഞില്ലേ, ജോൺസന്മാരെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ആളാണ്. ഞങ്ങൾ ചോദിച്ചില്ലേ, ബിഅയ്യി ദലീലിൻ ഖുൽത ഹകദാ, നീ ഇങ്ങനെ പറഞ്ഞത് ഏത് ദലീലിന്റെ അടിസ്ഥാനത്തിലാണ്? മിണ്ടാൻ കഴിഞ്ഞോ? അപ്പം മിനനുൽ കുബ്ര പറഞ്ഞ് ഇനി നാളെ ഉരുണ്ടുമറിയും, റദ്ദുൽ വാഫിർ വായിച്ച പോലെ. പഠിച്ചിട്ടല്ലാതെ പറയില്ല എന്നാണ്. ഇനി തിരുത്തൂല്ല. ഇനി പുതിയ മിനനെ എങ്ങനെ ഷെഹറാനി ഇമാമിനെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഗവേഷണം.
ഞങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാ, ഞങ്ങൾ ഔലിയാക്കന്മാരെ മദതിൽ പ്രസംഗിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്നതാണ് ഞങ്ങൾ പറയുന്നത്. ആ പറയുന്നയിടത്ത് വല്ല അബദ്ധം വന്നു എന്ന് വിചാരിച്ചോളൂ, കിതാബ് മാറിപ്പോയി, അല്ലെങ്കിൽ വല്ല വായനയിലും തെറ്റിയാൽ ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളെ വിളിച്ച് മോനെ അവിടെ തെറ്റുണ്ട്, അടുത്ത പ്രസംഗത്തിൽ തിരുത്തിയേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആർജവത്തോടെ തിരുത്തുമത്. കാരണം ഞങ്ങൾ മശായിഖന്മാർ അടിമകളായി, നിങ്ങൾക്കതില്ല.